നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്. നല്ല ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. അപ്പോൾ ഒരുപാട് എന്താ പറയുക, വാക്കുകൾ ഇല്ല അത് പറയാനായിട്ട്, എങ്കിലും പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു ഡെയിറ്റിയാണ്. ഡെയിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മൂർത്തി, ഏറ്റവും ശക്തി, മോസ്റ്റ് പവർഫുൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഇനിയും വിഷ്ണുമായ സ്വാമിയെ തന്നെ ആരാധിക്കാനാണ് എൻ്റെ പദ്ധതി, എൻ്റെ തീരുമാനം. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാമല്ലോ, ഗോഡ് ബ്ലെസ്, ഗോഡ് വില്ലിങ്. ഇപ്പം ഞാൻ ചുരുക്കി പറയാം. അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, എനിക്കിങ്ങനെ ഒരു ഇന്നർ വോയിസ് ഉണ്ടായി. ഇന്നർ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉൾവിളി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെരിങ്ങോട്ടുകരയിൽ പോകാനും അവിടെ ഉള്ള സ്വാമിയുടെ ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യാനും അങ്ങനെ തോന്നി. അപ്പം ഞാൻ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരണം എന്നായിരുന്നു. പക്ഷെ അവിടെ എത്തി പ്രാർത്ഥിച്ചു, വളരെ സന്തോഷം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ, അവിടുന്ന് എന്തെങ്കിലും ഒരു സിമ്പൽ പോലെ മേടിക്കാം, എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്ന് നിത്യേനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു തോന്നൽ അവിടെ വെച്ചുണ്ടായി. അപ്പോൾ അത് പ്രകാരം ഞാൻ ഒരു ലോക്കറ്റ് പോലെ, സ്വാമിയുടെ ഒരു ലോക്കറ്റ് മേടിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥന അവിടെ വെച്ച് നിർത്തിയില്ല. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി, എൻ്റെ നാട്ടിൽ തിരിച്ചെത്തി. ദിവസവും രാവിലെ സ്വാമിയുടെ മന്ത്രം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമഃ എന്നുള്ള മന്ത്രം വളരെ സീരിയസ് ആയിട്ട് തന്നെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് വന്നു ചേർന്നു. അങ്ങനെ ഞാനത് നിത്യേനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5, 6, 7, 8, 9, അങ്ങനെ ഒരു മാസം ഒന്നും അറിഞ്ഞില്ല. ഐ വാസ് വെരി ഹാപ്പി, വലിയ സന്തോഷവാനായിരുന്നു. അങ്ങനെ കഴിഞ്ഞുപോയി. കൃത്യം ഒരു 40 ദിവസവും മറ്റോ ആയിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 40 days or 45 days കഴിഞ്ഞപ്പോഴത്തേനും മാറ്റങ്ങൾ ഫീൽ ചെയ്തു. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു സുനാമി അടിക്കുന്ന പോലെ ആയിരുന്നു, ഒരു ഇമോഷണൽ സുനാമി. ഒരുപാട് വിഷമങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് പിന്നെ ഒരു ഇമോഷണൽ ടെൻഷൻസ്, സാഡ്നെസ്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കടുത്ത ഇമോഷണൽ ഇത് തന്നെയായിരുന്നു അത്. കുറേ അവസരങ്ങളിൽ പൊട്ടിക്കരയേണ്ട അവസ്ഥ വന്നു. അതൊക്കെ ആദ്യമായിരുന്നു ലൈഫിൽ, ഫസ്റ്റ് ടൈം. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായി പറയുകയാണെങ്കിൽ, ആ ഇമോഷണൽ ടർമോയിലിൻ്റെ ഇടയിലും, ഇമോഷണൽ സാഡ്നെസ്സിൻ്റെ ഇടയിലും, കടുത്ത ഇമോഷണൽ സാഡ്നെസ്സിനിടയിലും ഞാൻ സ്വാമിയെ ഓർക്കാൻ മറന്നില്ല. ജപം തുടർന്നു ദിവസവും. പിന്നീട് ആണ് റിയൽ മായ നടന്നത്. ആ സാഡ്നെസ് മാറി വേറെ പുതിയ ശ്രേഷ്ഠമായ ചേഞ്ചസ് നടക്കാൻ തുടങ്ങി. എൻ്റെ മേശപ്പുറം, സ്റ്റഡി റൂമിലെ മേശപ്പുറം ബുക്കുകൾ കൊണ്ട് നിറഞ്ഞു. അതായത് ഞാൻ തന്നെ മേടിക്കാനുള്ള തോന്നൽ. അതായത് ഞാനിങ്ങനെ ഷോപ്പിംഗ് മാളിൽ പോവും. വളരെ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ മറ്റോ അത് സ്റ്റോപ്പായി. ഞാൻ വായിക്കുമായിരുന്നു നല്ലോണം. പിന്നീട് അത് നിന്നുപോയി. അതായത് ലക്ഷ്യം മാറിപ്പോയെന്ന് വേണം പറയാൻ. ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്,
ഒരുപക്ഷെ ആ സാഡ്നെസ്സും കണ്ണീരും ആ ഒരു ശിക്ഷയായിരുന്നു. അതായത് നമ്മൾ സമയം പാഴാക്കിയതിൻ്റെ ശിക്ഷ. ഒരു പാപമാണല്ലോ. നമ്മൾക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ അത് യൂസ് ചെയ്യാണ്ട് ലക്ഷ്യബോധമില്ലാതെ നടന്നു കഴിഞ്ഞാൽ അതൊരു പാപമാണ്. ഒരുപക്ഷെ അതിൻ്റെ ശിക്ഷയായിരിക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തോന്നി ബുക്കിൻ്റെ കടയിൽ കയറാം. ക്രോസ് വേർഡ്, അവിടെ ബുക്സ് മാത്രമേ ഉള്ളൂ, പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 10-20 ബുക്കായി. ഒരുപാട് വായിച്ചു. അത് വളരെ നല്ലൊരു ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ 10-20 ബുക്ക് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ ഭയങ്കര ലക്ഷ്യബോധം ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബിസിനസ് മാൻ ആവണമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോഴേ കറക്റ്റ് ട്രാക്കിലാവും. അപ്പോൾ ഇതൊക്കെ പിന്നെ മായയല്ലാതെ എന്തോ ആണിത്. വലിയ മാറ്റം, ബിഗ് ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അത്ഭുതത്തോടിങ്ങനെ നിൽക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മേശപ്പുറത്തൊരൊറ്റ ബുക്കില്ലായിരുന്നു. സ്വാമി വന്നതിന് ശേഷം ബുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഒരു ബുക്കില്ലാതെ പറ്റത്തില്ല. അതായത് ബുക്ക് മേടിച്ചിരിക്കും. അപ്പോൾ വലിയ ചിന്തകളൊക്കെയാണ് മൈൻഡിൽ വരുന്നത്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും വരും കേട്ടോ, സാഡ്നെസ്സും ദുഃഖമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെ അത് മറികടന്നിട്ടുണ്ട്. എൻ്റെ ഡേറ്റി, എൻ്റെ ദൈവം, എൻ്റെ സ്വാമി എന്നെ വഴികാട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്വാമി സഹായിക്കട്ടെ, സ്വാമി രക്ഷിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എനിക്കുള്ള ചെറിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളും ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകാം. അല്ലെങ്കിൽ നിത്യേന പ്രാർത്ഥിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബി റെഡി എന്നാണ് എനിക്ക് പറയാം. ബി റെഡി. ആൻഡ് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ചിന്തകൾ കൊണ്ടുവരിക. കാരണം മറ്റേ അനുഭവം എനിക്കില്ല. അതായത് നമ്മൾ നിത്യേന പ്രാർത്ഥിച്ചുകൊണ്ട് മോശമായ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. അപ്പം ഞാൻ നല്ല ചിന്തകളോടു കൂടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പം നല്ല കാര്യങ്ങൾ നടക്കുന്നു. മറ്റേ എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്കറിയില്ല എന്ത് എന്നാണ്. അപ്പം റിസ്ക് എടുക്കണ്ട. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്വാമിയെക്കുറിച്ച്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. കാണാം.